നമസ്കാരം, ഞാൻ ശാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി പുതിന വച്ചിട്ടുള്ള ഒരു ചട്നിയാണ്. നിങ്ങൾ നോർമലി ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ സാധാരണ ചെയ്യുന്ന ചട്നിയൊക്കെ ചെയ്ത് മടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണിത്. നിങ്ങൾക്ക് പുതിന ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ചട്നിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പുതിന സ്റ്റെം അല്ലാതെ ജസ്റ്റ് ഇല മാത്രം എടുത്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം. ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം, 2 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ തേങ്ങ വേണം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ പൊട്ടുകടല എടുക്കുന്നുണ്ട്. ഇത് ബംഗാൾ ഗ്രാമാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും 1/2 ടീസ്പൂൺ ഉഴുന്നും എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം വേണം. താളിക്കാനായിട്ട് കടുകും വറ്റൽമുളകും കായപ്പൊടിയും വേണം. പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നിൽ വാളംപുളി ചേർക്കാം, അല്ലെങ്കിൽ തൈര് വേണമെങ്കിലും ഈ ചട്നിയിൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഈ ചട്നി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സി എടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണേൽ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം കേട്ടോ. 2 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ചേർക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ജീരകം ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബംഗാൾ ഗ്രാം ചേർക്കാം. നിങ്ങൾക്ക് വേണേൽ ഈ ജീരകവും ബംഗാൾ ഗ്രാമും കൂടെ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ചേർക്കാം. ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിൽ ചേർക്കാം കേട്ടോ. ഇങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഞാൻ വെള്ളം ഒട്ടും ഒഴിക്കാതെ നല്ലപോലെ ഒന്ന് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പുളി വേണമെങ്കിലും കുറച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ തൈര് വേണമെങ്കിലും ഈ സമയത്ത് ചേർക്കാം. ഞാനിനി നാരങ്ങയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നാരങ്ങയൊക്കെ നിങ്ങൾക്ക് വേണേൽ ആദ്യം തന്നെ ഇട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. ഞാനിവിടെ 2 വറ്റൽമുളകാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കായം പൊടിച്ചത് ചേർക്കാം. നമ്മൾ കടുക് താളിക്കുമ്പോൾ ഈ ചട്നിയിൽ കായപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പുതിന ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബൗളിലെ ചട്നിയിലേക്ക് നമ്മൾ താളിച്ച കടുകും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഈ കായം കൂടെ ചേർത്തതുകൊണ്ട് നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ഈ ചട്നിക്ക്, നല്ലൊരു ടേസ്റ്റുമാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഞാനിനി ഇതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റുകയാണേ. നമ്മൾ താളിച്ച് ചേർക്കുമ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ആദ്യം വലിയൊരു ബൗളിലിട്ടത്. നമുക്കിനി താളിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുതിന ചട്നി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുതിന ചട്നി റെഡി ആയി കഴിഞ്ഞു.
ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഊത്തപ്പത്തിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഈ പുതിന ചട്നി ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മളുടെ ഈ പുതിനയ്ക്ക്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻസും കമൻറ്റ് ബോക്സിലൊന്ന് ഇടണേ.